സമാധാനയാഗം എന്നതിൻ്റെ എബ്രായ പദം ഷെലോമീം എന്നാണ്. അത് സമാധാനം, പൂർണ്ണത അല്ലെങ്കിൽ ക്ഷേമം എന്നർത്ഥമുള്ള ശാലോം എന്ന വാക്കിൽ നിന്നാണ് വന്നത്. പല കാര്യത്തിലും സമാധാനയാഗം മറ്റെല്ലാ വഴിപാടുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. പെസഹ അല്ലാതെ ജനങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാവുന്ന ഏക വഴിപാടായിരുന്നു അത്. മറ്റു ചില യാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമാധാനയാഗം ദൈവമായുള്ള പുനഃസ്ഥാപിച്ച ബന്ധം ആഘോഷിക്കുന്നു. അത് കൃതജ്ഞത, ഭക്തി, അവനുമായുള്ള കൂട്ടായ്മ എന്നിവ പ്രകടിപ്പിക്കുന്നു. ബൈബിൾ വിവരണം. ലേവ്യപുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഒരുവൻ്റെ വഴിപാട് സമാധാനയാഗം ആകുന്നുവെങ്കിൽ കന്നുകാലികളിൽ ഒന്നിനെ അർപ്പിക്കുന്നതായാൽ ആണാകട്ടെ പെണ്ണാകട്ടെ ഊനമില്ലാത്തതിനെ അവൻ യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം. സമാധാനയാഗങ്ങളുടെ തരങ്ങൾ. ലേവ്യപുസ്തകം 7-ാമത്തെ അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ അനുസരിച്ച് സമാധാനയാഗങ്ങൾ 3 തരത്തിലുണ്ട്. ഒന്ന്, സ്തോത്രയാഗം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കോ വിടുതലിനോ നന്ദി പറയുവാൻ അർപ്പിക്കുന്നവ. ലേവ്യപുസ്തകം 7-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നുവെങ്കിൽ അവൻ സ്തോത്രയാഗങ്ങളോടുകൂടി എണ്ണ ചേർത്ത് പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എണ്ണ ചേർത്ത് കുതിർത്ത നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ ദോശകളും അർപ്പിക്കണം. രണ്ടാമത് നേർച്ചയാഗമാണ്. ഒരാൾ ദൈവത്തോട് നേർന്ന നേർച്ച നിറവേറ്റിയ ശേഷം അർപ്പിക്കുന്നത്. മൂന്നാമത്തത് സുമേധയാഗം. ദൈവത്തോടുള്ള സ്നേഹവും നന്ദിയും സുമേധ പ്രകടിപ്പിക്കുമ്പോൾ അർപ്പിക്കുന്നത്. ലേവ്യപുസ്തകം 7-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. അർപ്പിക്കുന്ന യാഗം ഒരു നേർച്ചയോ സുമേധദാനമോ ആകുന്നുവെങ്കിൽ യാഗം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ അത് തിന്നണം. അതിൽ ശേഷിപ്പുള്ളത് പിറ്റേന്നാളും തിന്നാം. സമാധാനയാഗത്തിലെ പ്രക്രിയ. ആരാധകൻ ഊനമില്ലാത്തൊരു മൃഗത്തെ കൊണ്ടുവരുന്നു. അവൻ മൃഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കുന്നു, മൃഗത്തെ കൊല്ലുന്നു. പുരോഹിതർ രക്തം യാഗപീഠത്തിൽ തളിക്കുന്നു. ചില കൊഴുപ്പിൻ്റെ ഭാഗങ്ങൾ കർത്താവിന് ദഹിപ്പിക്കുന്നു. നെഞ്ച് അഹരോനും പുത്രന്മാർക്കും കൊടുക്കണം. തോൾ പുരോഹിതൻ്റെ പക്കൽ കൊടുക്കണം. 2 കവിളുകൾ പുരോഹിതനുള്ളതാണ്. മാംസം 1-ാമത്തെയോ 2-ാമത്തെയോ ദിവസം ഭക്ഷിക്കേണ്ടതായിരുന്നു. 3-ാം നാൾ തിന്നുവാൻ പാടില്ല. ക്രിസ്തുവിൻ്റെ നിഴലായ സമാധാനയാഗം. സമാധാനയാഗം ദൈവമായുള്ള അനുരഞ്ജനം, നന്ദി പ്രകടനം, കൂട്ടായ്മ എന്നിവയെ ആഘോഷിച്ചു. ദൈവത്തിനും മനുഷ്യവർഗത്തിനും ഇടയിൽ യഥാർത്ഥ സമാധാനം കൊണ്ടുവരുന്ന യേശു ക്രിസ്തുവിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 14 അവൻ നമ്മുടെ സമാധാനം എന്നെഴുതിയിരിക്കുന്നു. സമാധാനയാഗം പുനഃസ്ഥാപിത കൂട്ടായ്മയെ പ്രതീകപ്പെടുത്തിയതുപോലെ ക്രിസ്തുവിൻ്റെ യാഗം മനുഷ്യവർഗത്തിനും ദൈവത്തിനും ഇടയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നു. നിഴലും പൊരുളും. സമാധാനയാഗം ഊനമില്ലാത്തതായിരിക്കണമെന്ന് ലേവ്യപുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു. പൊരുൾ. ക്രിസ്തു പാപമില്ലാത്തവനായിരുന്നു. 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. അവനിൽ പാപമില്ല. നിഴൽ. കൊഴുപ്പ് വേർതിരിച്ച് ദഹിപ്പിച്ചു. ലേവ്യപുസ്തകം 7-ാമത്തെ അധ്യായം 31. പുരോഹിതൻ മേധസ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. പൊരുൾ. പാപത്തെയും പാപികളെയും ദഹിപ്പിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 41. പിന്നെ അവൻ ഇടതുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. നെഞ്ചും അഹരോനും പുത്രന്മാർക്കും ഉള്ളതാണ്. ലേവ്യപുസ്തകം 7-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം. പൊരുൾ. ക്രിസ്തുവിൻ്റെ മാർവിൽ നമുക്ക് സമാധാനമുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളുകളെ പതുക്കെ നടത്തുകയും ചെയ്യും. നിഴൽ. തോൾ പുരോഹിതനുള്ളതാണെന്ന് ലേവ്യപുസ്തകം 3-ാമത്തെ അധ്യായം 32 പ്രതിപാദിച്ചിരിക്കുന്നു. പൊരുൾ. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന നമുക്ക് സമാധാനമുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. 2 കവിളുകൾ പുരോഹിതന് ഉള്ളതാണ്. ആവർത്തനം 18-ാമത്തെ അധ്യായം 3 അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പൊരുൾ. ക്രിസ്തുവിന് വേണ്ടി നിന്ദയും ലജ്ജയും സഹിക്കുവാൻ ദൈവമക്കളോട് യേശു ആവശ്യപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 39. ഞാനും നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചീടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കാം. നിഴൽ. മാംസം 1-ാമത്തെയോ 2-ാമത്തെയോ ദിവസം ഭക്ഷിക്കേണ്ടതായിരിക്കുന്നു. ലേവ്യപുസ്തകം 7-ാമത്തെ അധ്യായം 16-17. പൊരുൾ. ക്രിസ്തു 3-ാം നാൾ ഉയർത്തു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായം 3-4. ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതിനാൽ 3-ാം നാൾ സമാധാനയാഗം ഭക്ഷിക്കുവാൻ പാടില്ല.